ഈ ബില്യാർഡ്സ് മാസ്റ്റർക്ക് ഒരു പിഴവ് പറ്റി. വെളുത്ത ബോൾ ആ പോക്കറ്റിൽ വീണില്ല. ഇത് കണ്ടപ്പോൾ എതിരാളി സന്തോഷത്തോടെ തുള്ളിച്ചാടി താൻ ഉറപ്പായും ജയിക്കുമെന്ന് വിശ്വസിച്ചു. എന്നാൽ ഒരു റൗണ്ട് തീർത്ത ശേഷം വെളുത്ത ബോൾ കറുത്ത ബോളിന് പിന്നിൽ വന്നു നിന്നു. ഇതിനർത്ഥം കറുത്ത ബോളിനെ തട്ടാതെ പിങ്ക് ബോളിനെ അടിക്കാൻ അയാൾക്ക് കഴിയില്ല എന്നായിരുന്നു. എന്നാൽ അയാൾക്ക് തോൽക്കാൻ മനസ്സില്ലായിരുന്നു. അയാൾ വിവിധ കോണുകളിലൂടെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. ഒരു പോരായ്മ കണ്ടെത്താൻ ശ്രമിച്ചു. കുറച്ചു സമയത്തിനു ശേഷം അയാൾ മേശയുടെ അരികിൽ ചില വിചിത്രമായ ചലനങ്ങൾ ചെയ്യാൻ തുടങ്ങി. എതിരാളി അയാളെ നോക്കി ചിരിച്ചു. അയാളുടെ ചലനങ്ങൾ ഒരു കുരങ്ങനെ പോലെയാണെന്നും ഏത് വിദ്യ ഉപയോഗിച്ചാലും ആ ബോൾ അടിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. കാണികളും ഈ വ്യക്തി ഉറപ്പായും തോൽക്കുമെന്ന് കരുതി അവർ ഓരോരുത്തരായി കളിസ്ഥലം വിട്ടുപോയി. എന്നാൽ അയാൾ അതൊന്നും കാര്യമാക്കിയില്ല. ഈ ചലനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അയാൾ നിലത്തുനിന്ന് ക്യൂ എടുത്തു. അയാളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. പിന്നീട് അയാൾ 100 മീറ്റർ ഡാഷിന്റെ വേഗതയിൽ മേശയിലേക്ക് പാഞ്ഞെത്തി തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് വെളുത്ത ബോളിനെ അടിച്ചു. ആ ശക്തിയിൽ മേശ തകർന്നു. ഈ അസാമാന്യ ശക്തിയാൽ ആകർഷിക്കപ്പെട്ട് വെളുത്ത ബോൾ കറുത്ത ബോളിനെ സമർത്ഥമായി ഒഴിവാക്കി പിങ്ക് ബോളിനെ കൃത്യമായി തട്ടി. എതിരാളി അത്ഭുതത്തോടെ കണ്ണു തുറന്ന് ഈ കാഴ്ച നോക്കി നിന്നു. ഒടുവിൽ ഈ മനുഷ്യൻ വിജയകരമായി ചാമ്പ്യൻഷിപ്പ് നേടി.